റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇൻസ്റ്റാഗ്രാമിന്റെ മാതൃകമ്പനിയായ മെറ്റ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെടുന്ന വൈകല്യമുള്ളവരെ ലൈംഗികമായി ചിത്രീകരിക്കുന്ന AI നിർമ്മിത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അന്വേഷിക്കുന്നു. ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് ഉൾപ്പെടെയുള്ള വൈകല്യമുള്ള സ്ത്രീകളുടെ AI ജനറേറ്റഡ് ചിത്രങ്ങൾ കാണിക്കുന്ന ഡസൻ കണക്കിന് പ്രൊഫൈലുകൾ BBC ഫ്ലാഗ് ചെയ്തതിനു ശേഷമാണ് ഇത് വരുന്നത്. ചില പ്രൊഫൈലുകൾ കൈകാലുകൾ നഷ്ടപ്പെട്ട കാണാവുന്ന പാടുകളുള്ള അല്ലെങ്കിൽ വീൽചെയറുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നു. പലരും ലൈംഗികത നിറഞ്ഞ പൊസിഷനുകളിലാണ് ശരീരം മുഴുവൻ വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ചില അക്കൗണ്ടുകൾക്ക് മാസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ലഭിച്ചു. സംയോജിത ഇരട്ടകളാണെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രൊഫൈലിന് ഏകദേശം 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. 2025 ഡിസംബറിൽ മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ അവർ ചേർന്നതെങ്കിലും വൈകല്യമുള്ളവരുടെ ഐഡന്റിറ്റികളെ വ്യാജമായി സൃഷ്ടിക്കുന്നതോ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ ധനസമ്പാദനം നടത്തുന്നതോ ആയ അക്കൗണ്ടുകളുടെ ആവിർഭാവം ഭയാനകമാണെന്ന് ഡിസബിലിറ്റി റൈറ്റ്സ് UKയുടെ ചീഫ് എക്സിക്യൂട്ടീവ് കാമ്രാൻ മാലിക് പറഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തത്, വൈകല്യമുള്ളവരുടെ സ്വതന്ത്രതയും അന്തസ്സും ഇല്ലാതാക്കാൻ ആയുധമാക്കിയ സാങ്കേതിക വിദ്യയാണ് നമുക്കിവിടെയുള്ളത്. നമ്മുടെ ജീവിതാനുഭവങ്ങളെ മറ്റുള്ളവരുടെ ലാഭത്തിനും ഇക്ലിപ്പെടുത്തലിനും വേണ്ടി ഡിജിറ്റൽ കാരിക്കേച്ചറുകളാക്കി മാറ്റുന്നുവെന്നും മെഡിക്കൽ ചാരിറ്റികളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. തലകൾ ഒട്ടിച്ചേർന്ന അപൂർവ നവജാത ശിശുക്കൾക്ക് വിദഗ്ധ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന ജെമിനി അൺട്വൈൻഡിന്റെ വക്താവ് സംയോജിത ഇരട്ടകളെ വിനോദമായി ചിത്രീകരിക്കുന്നത് ധാർമ്മികമായി അപലപനീയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കുട്ടികളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന മെഡിക്കൽ വെല്ലുവിളികൾ തങ്ങൾ നേരിട്ട് കാണുന്നുവെന്നും ഇത് സംയോജിത ഇരട്ടകളെ ഒരു വിനോദമോ കാഴ്ചയായി ചിത്രീകരിക്കുന്നത് പ്രത്യേകിച്ച് പ്രശ്നകരമാക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർബൺ ഉദ്വമനം 0 കുറയ്ക്കാനുള്ള UKയുടെ ശ്രമങ്ങളിൽ ഡാറ്റാ സെന്ററുകളുടെ ദ്രുതഗതിയിലുള്ള വികാസത്തിന്റെ സ്വാധീനം സ്വതസിദ്ധമായി അനിശ്ചിതത്വത്തിലാണ് എന്ന് ഊർജ്ജ സെക്രട്ടറി എഡ് മില്ലിബാൻഡ് പറഞ്ഞു. നെറ്റ് സീറോ എത്തിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ഡാറ്റാ സെന്ററുകളെ പരാമർശിക്കാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ച MP-മാർക്ക് അയച്ച കത്തിലാണ് മില്ലിബാൻഡ് ഈ അഭിപ്രായം പറഞ്ഞത്. മില്ലിബാൻഡിന്റെ കത്ത് ലഭിച്ചതിന് ശേഷം UKയിലെ ഡാറ്റാ സെന്ററുകളുടെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് MP-മാർ പുതിയ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. സ്ട്രീമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഡിജിറ്റൽ സേവനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തമായ കമ്പ്യൂട്ടറുകൾ നിറഞ്ഞ ഭീമൻ സൗകര്യങ്ങളാണ് ഡാറ്റാ സെന്ററുകൾ. AI-യിൽ രാജ്യം ഒരു ലോക നേതാവാകണമെന്ന് UK സർക്കാർ ആഗ്രഹിക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഡാറ്റാ സെന്ററുകളിൽ നിക്ഷേപം ആകർഷിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളിൽ നിന്ന് ഉൾപ്പെടെ അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വലിയ അളവിലുള്ള വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും കാര്യത്തിൽ ആശങ്കകളുണ്ട്. US ടെക് സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡസൻ കണക്കിന് പുതിയ ഡാറ്റാ സെന്ററുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത് ഉദ്വമനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പരിസ്ഥിതി പ്രചാരകർ ഭയപ്പെടുന്നുമുണ്ട്. 2019 എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടെ പാസാക്കിയ നിയമമാറ്റത്തിന് ശേഷം 2050 കാർബൺ ബഹിർഗമനം 0 കുറയ്ക്കാനുള്ള നിയമപരമായ ബാധ്യത UK സർക്കാരിനുണ്ട് എന്നും അഭിപ്രായങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്മാരായ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയെടുത്ത് വിജിലൻസ്. സ്വർണം സംഭാവന നൽകിയതിന്റെ വിവരങ്ങളാണ് താരങ്ങളിൽ നിന്ന് വിജിലൻസ് പ്രത്യേക സംഘം ചോദിച്ചറിഞ്ഞത്. സ്വർണം സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് സുഹൃത്തായ സുരേഷ് ഗോപിയാണെന്ന് മോഹൻലാൽ മൊഴി നൽകി. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് 2 പൗണ്ട് സ്വർണം വാങ്ങി സുഹൃത്ത് മുഖേന പമ്പയിലെത്തിച്ചുവെന്നും മോഹൻലാലിന്റെ മൊഴിയിൽ പറയുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് മോഹൻലാലിന്റെ മൊഴിയെടുത്തത്. ദിലീപിന്റെ മൊഴി കൊച്ചിയിൽ വെച്ചാണ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം 2017 കൊടിമര പുനർനിർമ്മാണം അന്വേഷിക്കുന്നത്. 30 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് കൊടിമര പുനർനിർമ്മാണത്തിനായി 3 കോടി രൂപ സംഭാവനയായി നൽകിയത്. ഇതിനു പുറമെ നിരവധി ഭക്തരും സംഭാവന നൽകിയിരുന്നു. സംഭാവന നൽകിയവരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് എന്നിവരിൽ നിന്ന് വിജിലൻസ് സംഘം ഇത് സംബന്ധിച്ച് നേരത്തെ മൊഴിയെടുത്തിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ഭരണസമിതിയിലാണ് ശബരിമലയിൽ പഴയ കൊടിമരം മാറ്റി പുതിയത് നിർമ്മിച്ചത്. കൊടിമര പുനർനിർമ്മാണത്തിന്റെ മറവിൽ സ്വർണവും പണവും തട്ടിയെടുത്തെന്നാണ് പുതിയ ആരോപണം. KSU പ്രതിഷേധത്തിൽ കഴുത്തിന് പരിക്കേറ്റ് ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനൊപ്പം ആരോഗ്യ പ്രവർത്തകർ സെൽഫി എടുത്ത സംഭവത്തിൽ വിശദീകരണം തേടി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ICUവിൽ രോഗിക്കൊപ്പം ഫോട്ടോ എടുക്കരുതെന്നാണ് ചട്ടം. ഈ ചട്ടം ലംഘിച്ചതിലാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. മന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്ത നഴ്സ് സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി. മന്ത്രി ആദ്യ ദിവസം മുതൽ പരിചരിച്ചിരുന്ന നഴ്സുമാർ എന്ന നിലയിൽ മന്ത്രിയും തങ്ങളുമായി ഒരു അടുപ്പമുണ്ടായെന്നും ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ മന്ത്രി സമ്മതം മൂളിയെന്നുമാണ് സ്മിത എന്ന നഴ്സ് ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കിയിരുന്നു. ആരോഗ്യമന്ത്രി ICU ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു KSUവിന്റെ വിമർശനം. മന്ത്രിക്കൊപ്പം നഴ്സുമാർ ഫോട്ടോഷൂട്ട് നടത്തുന്നുവെന്നായിരുന്നു അവരുടെ പരിഹാസം. അതേസമയം ഇന്ന് പുലർച്ചെയോടെ ആരോഗ്യമന്ത്രി ആശുപത്രി വിട്ടു. തുടർ ചികിത്സ തിരുവനന്തപുരത്ത് നടക്കും. ഇനി ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ.
വ്യാഴാഴ്ച PJN സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025-26 സീസണിലെ 15ാം മത്സരത്തിൽ FC ഗോവ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 1-0 എന്ന നേരിയ തോതിൽ പരാജയപ്പെടുത്തി. ഡെജാൻ ഡ്രാസിച്ചിന്റെ ആദ്യ പകുതിയിലെ ഗോളാണ് വ്യത്യാസം തെളിയിച്ചത്. ഗൌസ് തുടർച്ചയായ 2ാം വിജയം നേടുകയും 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി താൽക്കാലികമായി പട്ടികയിൽ ഒന്നാമതെത്തുകയും ചെയ്തു. ഡ്രാസിച്ചിനെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.69 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം